ഇപ്പോൾ റഹീസ് റഷീദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇനി തിരിച്ചടി ആർക്കൊക്കെ എന്നുള്ളതാണ്. തുടക്കം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഞാൻ തെറ്റുകാരനല്ല, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്നെ ബലിയാടാക്കുകയാണെന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് കണ്ടത്. പിന്നീട് അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് നീടുന്നു. അവിടെയും പലവരുടെയും പ്രതികരണം, അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പലരുടെയും പ്രതികരണം വസ്തുതാവിരുദ്ധമാണ്, മൊഴികളിലൊക്കെ വൈരുദ്ധ്യമാണ്. ഓരോരുത്തരും മറ്റുള്ളവരുടെ തലയിലേക്ക് ഈ പ്രശ്നം കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ, അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ചോദ്യമുനയിലാണ്. ഇനി ആരൊക്കെ കുടുങ്ങും? ആര്യ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ആരൊക്കെയാണ് പോറ്റിക്ക് പിന്നിലെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. പോറ്റി തട്ടിപ്പ് നടത്തി, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണത്തിൽ കൊള്ള നടത്തി എന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയമില്ല. ദേവസ്വം വിജിലൻസ് അത് കണ്ടെത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഇതുവരെയുള്ള, കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ ഇതുവരെ നീണ്ടു നിൽക്കുന്ന പരിശോധനയിലും അത് സംബന്ധിച്ച വിവരങ്ങളും രേഖകളും തെളിവുകളും മൊഴികളും പോറ്റിക്കെതിരെ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത്ര വലിയ കിലോ കണക്കിന് സ്വർണം ശബരിമലയിലെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ആദ്യ ദിവസങ്ങളിൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പോറ്റി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ചിലരൊക്കെ കരുതി പോറ്റിയുടെ കയ്യിലേക്ക് ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൊടുക്കുന്ന സമയത്ത് അത് ചെമ്പായിരുന്നിരിക്കാം. അതിനു മുമ്പ് തന്നെ അത് ദേവസ്വം ഭരണ സമിതിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ മാറ്റിയതാകാം എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ക്ലിയർ ആയി തന്നെ അതിലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരുന്നു. പോറ്റി ഇത് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്ന കാര്യത്തിൽ. ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, പ്രതിപട്ടികയിലുള്ള 9 ഉദ്യോഗസ്ഥരിൽ ആർക്കൊക്കെയാണ് ഈ കൊള്ളയിൽ സാമ്പത്തികമായ നേട്ടം ഉണ്ടായത് എന്നതാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ എഫ്ഐആറിലുള്ള ദേവസ്വം ഭരണസമിതിക്ക് ഇതിലെന്തായിരുന്നു റോള് എന്നതാണ്. ഉത്തരം കിട്ടാത്ത 100,000 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. അതിനൊക്കെ ഉത്തരം തരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയെയാണ് SIT തിരുവനന്തപുരത്തെ പുളിമാത്തിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പോറ്റിയെ സംബന്ധിച്ച് പോറ്റി കരുതിയിരുന്നത് ആദ്യം 41 ഇത് പ്രകാരമുള്ള ഒരു നോട്ടീസ് കിട്ടും എന്ന് തന്നെയായിരുന്നു പോറ്റി കരുതിയിരുന്നത്. പോറ്റിയുടെ അഭിഭാഷകനുമായി നമ്മൾ സംസാരിക്കുമ്പോഴും SIT നോട്ടീസ് കൊടുത്തതിനു ശേഷം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം പോറ്റി ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ വിശ്രമത്തിലാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അപ്രതീക്ഷിതമായി രേഖകളും തെളിവുകളും പിടിച്ചതിന് ശേഷം പോറ്റിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഉടൻ തന്നെ നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റഹീസും ഹരിമോഹനും തുടരുക. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്.